വിശദമായി നോക്കാം. പത്തനംതിട്ട കെഎസ്ആർടിസി ഡിപ്പോയുടെ പ്രവർത്തനം പൂർണ്ണമായി പുതിയ വാണിജ്യ സമുച്ചയത്തിലേക്ക് മാറുന്നു. ശേഷിക്കുന്ന കടമുറികളുടെ ലേലം ഈ മാസം 5-ന് നടക്കും. 34 കടമുറികളിലായി 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വാടകയ്ക്ക് നൽകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപാണ് പത്തനംതിട്ട കെഎസ്ആർടിസി ഡിപ്പോയുടെ പുതിയ വാണിജ്യ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവും ഓഫീസുകളുടെ പ്രവർത്തനവും ആരംഭിച്ചത്. എന്നാൽ യാർഡിൻ്റെ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ ഇവിടെ നിന്നുള്ള ബസ് സർവീസുകളും വാണിജ്യ സമുച്ചയത്തിലെ കടമുറികളുടെ ലേലവും പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വരുന്ന 5-ന് 34 കടമുറികളുടെ ലേലവും ബസ് സർവീസുകളും ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. നേരത്തെ 1 വർഷത്തേക്കാണ് കെഎസ്ആർടിസി സമുച്ചയത്തിൽ കടമുറികൾ വാടകയ്ക്ക് നൽകിയിരുന്നത്. ഈ രീതിക്കും മാറ്റം വന്നിട്ടുണ്ട്. 15 വർഷത്തേക്കാകും ഇനി മുതൽ കടമുറികൾ നൽകുക. 7000 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് വാടകയ്ക്ക് നൽകുന്നത്. ഇത് ഒരു വ്യക്തിക്ക് നൽകാനാണ് തീരുമാനം. 1-ാം നിലയിലുള്ള മുറികൾക്ക് പുറമെ ക്യാൻറ്റീൻ, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവയുടെ ലേലവും പിന്നാലെ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. വടകര താലൂക്ക് ഓഫീസിന് പകരം റവന്യൂ ടവർ ഉടൻ യാഥാർത്ഥ്യമാകും. 28 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വടകര റവന്യൂ ടവറിന്റെ ശിലാസ്ഥാപനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. താലൂക്ക് ഓഫീസിന് പുറമെ മറ്റ് ചില കെട്ടിടങ്ങളും ഈ ഓഫീസിലേക്ക് മാറ്റും. മാസങ്ങൾക്ക് മുമ്പാണ് വടകരയിലെ താലൂക്ക് ഓഫീസ് പൂർണ്ണമായും കത്തിയമർന്നത്. ഈ ഓഫീസ് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. റവന്യൂ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കാൻ സൗകര്യമൊരുങ്ങും. റവന്യൂ ടവറിന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കേരള റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് നമ്മുടെ വടകരയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഓഫീസുകളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വടകരയിലെ റവന്യൂ ടവർ നിർമ്മാണത്തിന് ഔപചാരികമായി റവന്യൂ വകുപ്പിന്റെ ഭരണാനുമതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അവസാനം ചേർന്ന കിഫ്ബിയുടെ ബോർഡിന്റെ പച്ചക്കൊടിയും കിട്ടിയതോടുകൂടിയാണ് ടെൻഡർ ഉൾപ്പെടെയുള്ള സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിവേഗം അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കൃത്യതയോടുകൂടിയുള്ള നിരീക്ഷണം നടത്തി ആ കാര്യം പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. 2 ഘട്ടമായാണ് റവന്യൂ ടവറിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ആദ്യഘട്ടത്തിൽ 11 ഓഫീസുകൾ ഉൾക്കൊള്ളുന്ന കെട്ടിട സമുച്ചയമാകും നിർമ്മിക്കുക. 88ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബേസ്മെന്റ്, 2 ലിഫ്റ്റ് അടക്കം എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ ഒരുക്കും. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിനാണ് കെട്ടിട നിർമ്മാണ ചുമതല. 1 വർഷം കൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. ന്യൂസ് 18 വടകര. അറിവും കലയും വിനോദവും സമന്വയിപ്പിച്ച് കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച പഠന ക്യാമ്പ് ശ്രദ്ധേയമായി. കോവിഡ് കാലത്ത് വിരസതകളിൽ നിന്ന് സ്കൂളിലെത്തിയ കുട്ടികളെ പഠനത്തിനൊപ്പം പാഠ്യേതര മേഖലകളിലും പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കോവിഡ് കാലത്തെ അടച്ചിടലിന് ശേഷം സ്കൂളുകളുടെ പ്രവർത്തനം ക്രമമായെങ്കിലും കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയാത്ത സാഹചര്യം തിരിച്ചറിഞ്ഞാണ് എറൈസ് 2022 ക്യാമ്പ് ഒരുക്കിയത്. വിനോദങ്ങളിലൂടെയും സ്വയം പ്രവർത്തനങ്ങളിലൂടെയും തീർത്തും വ്യത്യസ്തമായ ഒരു ഉണർവ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. ക്യാമ്പ് ചലച്ചിത്ര താരം ഗിന്നസ് പക്രു ഉദ്ഘാടനം ചെയ്തു. വീട് എന്ന് പറയുന്നതും നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഇടം തന്നെയാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ സ്കൂളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരു മാനസികമായിട്ടുള്ളൊരു ഉല്ലാസത്തിൻ്റെ ഒരു സന്തുലനാവസ്ഥ അവിടെ ഇവിടെയായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നൊരു സമയത്ത് അതിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഒപ്പം കളിക്കാനും ചിരിക്കാനും കൂട്ടുകാരെ നേർക്കുനേർ കാണാനും അവരുമായിട്ട് ഉല്ലസിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ ഈ സമ്മർ ക്യാമ്പിനെ കാണുന്നത്. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. പിന്നണി ഗായകൻ സുനിൽ മത്തായും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികളും എയ്റോബിക്സ് കായിക ഇനങ്ങളും ക്യാമ്പിന്റെ ശ്രദ്ധേയ ഇനങ്ങളായിരുന്നു. കുട്ടികളുടെ മാനസികവും ശാരീരികവും കായികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികൾക്കും ഈ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പരിഹാരത്തിനായി പ്രമുഖരായിട്ടുള്ള സാഹിത്യ, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും അതുകൂടാതെ കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികൾക്ക് ഇത്തരം വ്യഥകളിൽ നിന്നൊരു പരിഹാരമാണ് ഗായത്രി ലക്ഷ്യമിടുന്നത്. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ക്യാമ്പിൽ പങ്കെടുത്തു.
മുൻ മന്ത്രി TM തോമസ് ഐസക്, അഡ്വക്കേറ്റ് U പ്രതിഭ MLA തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മിമിക്രി കലാകാരൻ നരിയാപുരൻ വേണു, കവി കുരിപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുക്കും. ക്യാമ്പ് ഈ മാസം 29-ന് സമാപിക്കും. ന്യൂസ് 18 കായംകുളം. ശക്തമായ കാറ്റിൽ പത്തനാപുരത്ത് വെറ്റില കൃഷി നശിച്ചു. വലിയ നഷ്ടമാണ് കർഷകനുണ്ടായത്. KSRTCയിലെ എംപാനൽ ജോലി നഷ്ടപ്പെട്ടതോടെയാണ് സിലു P. ഡാനിയൽ കൃഷിയിലേക്ക് ഇറങ്ങിയത്. പാട്ടത്തിനടുത്ത വയലിലായിരുന്നു വെറ്റില കൃഷി. വെറ്റില കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ സാലുവിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് തകർന്നടിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 4:30 തൊട്ട് 5:30 വരായിരുന്നു മഴ. മഴയും അതിശക്തമായ കാറ്റുമായിരുന്നു. ആ കാറ്റോട് കൂടിയാണ് മറിഞ്ഞത്. 1.5 ലക്ഷം രൂപ ചിലവാക്കി വെച്ചതാണ്. KSRTC പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രകാരം ചെയ്തു പോയതാണ്. ഒന്നും അവശേഷിക്കാതെ 500 മൂട വെറ്റിലയും കാറ്റിൽ നിലംപൊത്തി. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം. ഞാൻ നേരത്തെ KSRTCയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ എന്നെയും പിരിച്ചുവിട്ടിരുന്നു. അതിനുശേഷം 4 വർഷക്കാലമായിട്ട് തുടങ്ങിയ വെറ്റക്കൊടി കൃഷിയാണ്. ഇതായിരുന്നു എൻ്റെ ജീവിത വരുമാന മാർഗം. ഇന്ന് വെറ്റയെടുക്കേണ്ട ദിവസമാണ്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി പ്രതീക്ഷിക്കാത്ത ഒരു കൊടുങ്കാറ്റടിച്ച് എൻ്റെ ജീവിതമാർഗം മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. തലവൂർ കൃഷിഭവൻ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് 18 പത്തനാപുരം. തിരൂർ വെട്ടമാലുശ്ശേരിയിൽ പശുക്കൾക്ക് താമസിക്കാൻ ഗംഭീരമായ വീടൊരുക്കുകയാണ് വിനു. പരമ്പരാഗത കേരളീയ ശൈലിയിൽ നേരത്തെയുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയാണ് കൂടുതൽ സൗകര്യങ്ങളുള്ള വീടൊരുക്കിയത്. നിരവധി പശുക്കളെ സംരക്ഷിച്ചു വരികയാണ് വിനു. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പുങ്കാനൂർ പശു, വടക്കേ ഇന്ത്യയിലെ പ്രത്യേക ഇനം പശുക്കൾ, കൃഷ്ണ ബേഡിനത്തിൽപ്പെട്ട പശുക്കൾ, നാടൻ പശുക്കളിൽ തന്നെ 9ഓളം വ്യത്യസ്തമാർന്ന ഇനങ്ങൾ. ഇവയ്ക്ക് വേണ്ടിയാണ് വിനു വീടൊരുക്കുന്നത്. 6 സെന്റ് സ്ഥലം ഇതിനായി നേരത്തെ വാങ്ങിയതാണ്. മുൻപ് ഇവിടെ പരമ്പരാഗത കേരളീയ ശൈലിയിൽ ഓലമേഞ്ഞ വീട് വെച്ചിരുന്നു. അത് പൊളിച്ചു മാറ്റിയാണ് സൗകര്യങ്ങളോട് കൂടിയ ഓടിട്ട് വീട് പണി ആരംഭിച്ചത്. നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. വെറും പശുപ്രേമത്തിൽ ഒതുങ്ങുന്നതല്ല വിനുവിന്റെ ജീവിതം. അപകടത്തിൽപ്പെടുന്ന ജീവികളെ സംരക്ഷിക്കാനും നല്ലൊരു സമയം ഇദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്തരം കുഞ്ഞു പശുക്കളെ ഇതിൽ തുറന്നു വിട്ടുകൊണ്ട് വളർത്താനുള്ള ഒരു സംവിധാനവും അതുപോലെ പശു വീട്, അതായത് പശുവിൻ്റെ കൂടെ താമസിക്കാനുള്ള ഒരു സൗകര്യവും ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുവാണ് പൊങ്കാനൂർ പശുക്കൾ. 70 മുതൽ 90 സെന്റിമീറ്റർ മാത്രം ഉയരം വയ്ക്കുന്ന ഇവയ്ക്ക് 200 കിലോയിൽ താഴെ മാത്രമേ തൂക്കമുണ്ടാവുകയുള്ളൂ. പ്രോട്ടീൻ കൂടുതലുള്ള പാലാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 9 തരം പശുക്കളുണ്ട്. പശുക്കളും കൂടാതെ കാളകളെയും നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. കാർഷിക സാംസ്കാരിക പൈതൃകങ്ങളുടെ ഒരു സംരക്ഷണമാണ് ഞാൻ ഇവിടെ കാണുന്നത്. പശുക്കൾക്ക് പുറമെ വിനുവിനൊരു കുതിരയുമുണ്ട്. കാർഷിക സംസ്കാര പൈതൃകങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് വിനുവിന്റെ ലക്ഷ്യം. ന്യൂസ് 18 തിരൂർ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ എത്താത്തത് മൂലം യാത്രക്കാർ ദുരിതത്തിൽ. ഇവിടെ KSRTC ഇൻഫർമേഷൻ കൗണ്ടറും പോലീസ് ഹെൽപ്പ് ലൈൻ കൗണ്ടറും നാഥനില്ലാത്ത അവസ്ഥയാണ്. ഗുരുവായൂരിൽ KSRTC ബസ്സുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറാത്തത് നിരവധി യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കോഴിക്കോട് പോകുന്നതടക്കം മിക്ക ദീർഘദൂര സർവീസുകളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല. റോഡിലെ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് സമയം പാലിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് KSRTC നൽകുന്ന വിശദീകരണം. യാത്രക്കാർക്ക് അന്വേഷണങ്ങൾക്കായി ഒരുക്കിയ കൗണ്ടറും ഇപ്പോൾ അടച്ചുപൂട്ടി. KSRTC ബസ് 1 വർഷത്തോളമായിട്ട് ഗുരുവായൂർ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല. പിന്നെ അവരൊരു ഇൻഫോർമേഷൻ കൗണ്ടറുണ്ട്, അത് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കോഴിക്കോട് റൂട്ടിലെ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈവറ്റ് ബസ് ഇവിടുന്ന് കുറവാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ബസ്സിൻ്റെ സമയവിവരങ്ങൾ അറിയണമെങ്കിൽ യാതൊരു മാർഗവുമില്ല. പോലീസ് സഹായത്തിനായി സ്ഥാപിച്ച കൗണ്ടറിലും ആളില്ല. വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അധികൃതർ പറയുന്നു. സ്റ്റാൻഡിൽ അടിപിടിയും സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടവും ഇതോടെ പതിവായി. KSRTC ബസ്സുകളിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിവിടെ രേഖപ്പെടുന്നതിന് വേണ്ടിയിട്ടും എങ്ങോട്ടെല്ലാം പോകുന്നു എന്നറിയുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ ഒരു KSRTCയുടെ ഒരു കൗണ്ടർ തുറന്നു വെച്ചിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് ഇതിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഒരു KSRTCയുടെ ബസ്സുകൾ പോലും ഇപ്പോൾ ഇങ്ങോട്ട് കിടക്കുന്നുമില്ല. നമ്മുടെ തൊട്ട് പിന്നിൽ കാണുന്ന ഈ ഗുരുവായൂർ പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ സെൻറ്റർ, അത് ശരിക്കും പറഞ്ഞാൽ നോക്കുകുത്തിയ പോലെ ഇവിടെ വെറുതെ തുറന്നിട്ടിരിക്കുക. അധികാരികൾ എത്രയും വേഗം ഇടപെട്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ന്യൂസ് 18 ഗുരുവായൂർ. കാഴ്ചക്കാരിൽ ആവേശം നിറച്ച പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം. കാസർഗോഡ് ചെറുവത്തൂർ കുട്ടമത്ത് പൂമാല ഭഗവതി ക്ഷേത്രം മൂവാണ്ട് കളിയാട്ടത്തിന്റെ ഭാഗമായാണ് തെയ്യം കെട്ടിയാടിയത്. സന്നിധി നിറഞ്ഞാടിയ തെയ്യക്കാഴ്ച ഭക്തർക്ക് നവ്യാനുഭവമായി. ക്ഷേത്രത്തിന് പുറത്തെ അണിയറയിൽ നിന്ന് പൂമാരുതൻ തെയ്യം പുറപ്പെട്ടപ്പോൾ ഭക്തർ ആവേശം കൊണ്ട് ആർത്തു വിളിച്ചു. മലനാട് കാണാൻ ഏഴിമലയിലെത്തിയ ആര്യരാജപുത്രിയുടെ സഹോദര സ്ഥാനീയനാണ് മല്ലനായ പൂമാരുതൻ എന്നാണ് വിശ്വാസം. വഴിനീളെ 107 അഴി കടന്ന് ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് ഭക്തരെ രക്ഷിച്ചുവെന്നാണ് വിശ്വാസം. തട്ടുവെള്ളാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന തെയ്യം കെട്ടിയാടുന്നതിനിടെ കാഴ്ചക്കാരെ പോലും പരിചയ കൊണ്ട് തട്ടിമാറ്റും. തെയ്യത്തിൽ നിന്ന് തട്ടുവാങ്ങാനും തെയ്യത്തെ ആവേശത്തിലേറ്റാനും ബാല്യക്കാർ ആർപ്പുവിളികളുമായി ചുറ്റും കൂടും. പൂമാല ഭഗവതി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് പൂമാരുതൻ കെട്ടിയാടുന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി ഗുളികൻ, വിഷ്ണുമൂർത്തി തെയ്യങ്ങളും അരങ്ങിലെത്തി. ന്യൂസ് 18 ചെറുവത്തൂർ. ഇടിമിന്നലിൽ വിള്ളൽ വീണ വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. ഇടുക്കി ഉപ്പുതറ 10 ഏക്കർ വേട്ടമലയിൽ ഗോപിയും കുടുംബവുമാണ് കഴിഞ്ഞ വർഷം ഇടിമിന്നലേറ്റ് ഭിത്തിയും തറയും വിണ്ടുകീറിയ വീട്ടിൽ ആശങ്കയോടെ കഴിയുന്നത്. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകാമെന്ന് അധികൃതർ വാഗ്ദാനം ചെയ്തുവെങ്കിലും ലഭിച്ചില്ലെന്നാണ് പരാതി. 2021 കാലവർഷത്തിലാണ് ഇടുക്കി ഉപ്പുതറ 10 ഏക്കറിൽ താമസക്കാരായ വേട്ടമലയിൽ ഗോപിയുടെ വീടിന് ഇടിമിന്നൽ നാശമുണ്ടായത്. വീടിന്റെ ഭിത്തികളെല്ലാം വിണ്ടുകീറി, തറയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഈ സമയം സ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് അധികൃതർ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വാഗ്ദാനം ചെയ്തു. പഞ്ചായത്തിൽ രേഖകൾ നൽകി കാത്തിരുന്നെങ്കിലും ഇപ്പോൾ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് വീട്ടുകാരുടെ പരാതി. ആരും വന്ന് നോക്കിയാൽ ടൈലിട്ട വീടായതുകൊണ്ട് വീടിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ മഴയത്തെ വന്ന് നോക്കണം, അന്നേരം എൻ്റെ അവസ്ഥ അറിയത്തുള്ളൂ. എങ്ങനെയും ഞങ്ങൾക്കൊരു വീട് കിട്ടണം. പഞ്ചായത്ത് മെമ്പർ വന്ന് നോക്കിയതാ. മെമ്പർ നോക്കിയിട്ട് മെമ്പർ ഇത് കണ്ടിട്ട് പറഞ്ഞു ഞാൻ വാസയോഗ്യമല്ല ഈ വീടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പം മെമ്പർ പിന്നെ ഒന്നും പറയുന്നില്ല. ഞങ്ങൾക്കൊരു പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടണം, അത് അത്യാവശ്യമാണ്. വലിയ അപകടത്തിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടെങ്കിലും വീട് എപ്പോഴെങ്കിലും നിലംപതിക്കുമെന്ന ഭീതിയിലാണ് ഈ കുടുംബം. ന്യൂസ് 18 ഉപ്പുതറ. കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർ കാസർഗോഡ് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ അധികൃതർ പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പയസ്വനിപ്പുഴക്കരയിലെ കർഷകരാണ് കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നത്. ഇടയ്ക്കിടെ കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നു, കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നു. നാട്ടുകാരും വനംവകുപ്പും ചേർന്ന് തുരത്തിയാലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുന്നു. കാർഷിക നഷ്ടത്തിന് പുറമെ ജീവന് തന്നെ നിരന്തരം ഭീഷണി. മുളിയാർ, ദേലമ്പടി, വേടടുക്ക, കാറടുക്ക, കുറ്റിക്കോൽ പഞ്ചായത്തുകളിലാണ് ആനശല്യം കൂടുതൽ. വനം മന്ത്രി അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും പരിഹരിക്കാമെന്ന മറുപടി മാത്രമേ ഉള്ളൂവെന്ന് കർഷകരുടെ പരാതി. പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നഷ്ടപരിഹാരം തന്നുകൊണ്ട് നമുക്ക് ഒരു കാലത്തും അതൊരു പരിഹാരമല്ല. ആനയെയും അതുപോലെ തന്നെ കാട്ടുപന്നികളെ ഇവിടെ നിന്ന് തുരത്തുകയല്ലാണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഈ നഷ്ടപരിഹാരത്തോണ്ട് ഒതുങ്ങുന്നില്ല. അതായത് ഒരുത്തൻ്റെ ജീവിത ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ഒരു തെങ്ങായാലും കവുങ്ങായാലും. അത് കടപുഴക്കാൻ ആനയ്ക്ക് കേവലം 10 മിനിറ്റ് സമയം വേണ്ടു. അതുകൊണ്ട് ഈ കാട്ടാന ശല്യം അതുപോലെ തന്നെ പന്നി, കുരങ്ങ് മുതലായവയുടെ ശല്യത്തിൽ നിന്നും ഈ കർഷകരെ മാറ്റി കർഷകർക്ക് ഉപദ്രവത്തിൽ നിന്നും അവരെ ഒഴിവാക്കിയില്ലെങ്കിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് കഷ്ടതകളും ഒരുപാട് കൊഴിച്ചലുകൾ ഈ മേഖലയിൽ തന്നെ കൊഴിഞ്ഞു പോകും ആൾക്കാർ. ആനകളെ ഓടിക്കാൻ RTT ടീമിനെ ശക്തിപ്പെടുത്തുക, ബോവിക്കാനത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ ഉന്നയിക്കുന്നു. കർണാടകയിൽ നിന്ന് ജില്ലയിലെ വനങ്ങളിൽ ചേക്കേറിയ 27 കാട്ടാനകളിൽ 11 എണ്ണം ഇപ്പോഴും മുളിയാർ, ദേലമ്പടി, വേടടുക്ക പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. കാർഷിക നഷ്ടം കോടികൾ കവിയുമ്പോഴും വനംവകുപ്പ് ഒളിച്ചു കളിക്കുകയാണെന്നാണ് പരാതി. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.